ഇന്ന് ഒരു ഫുഡ് പ്ലേറ്റിനെ കുറിച്ചിട്ട് പറയാം. നമ്മൾ ഫുഡ് പ്ലേറ്റിൻ്റെ ബേസ് ആയിട്ടാണല്ലോ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഡയറ്റ് പ്ലാൻ ആയിട്ടില്ല, ഒരു ഫുഡ് പ്ലേറ്റ് മാത്രമാണ് പറയാറുള്ളത്. ഇവിടെ നമ്മൾ ഡയറ്റ് പ്ലാൻ കൊടുക്കും, പക്ഷേ അത് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് വീട്ടിൽ കിട്ടുന്ന അനുസരിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉള്ളിത്തീയിൽ വെച്ചു. ഉള്ളിത്തീയിൽ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലേ, അത് മാത്രം മതി ആക്ച്വലി ചോറ് കഴിക്കാൻ. പക്ഷെ അതൊരു ഹെൽത്തി ബാലൻസ്ഡ് ആണ്. ഉള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ശരീരം തണുക്കാനും കുറേ ന്യൂട്രിയൻസ് ഉള്ളതായിട്ട് ആയുർവേദ പ്രിപ്പറേഷനിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ വെജിറ്റേറിയൻസിൽ ചിലരൊന്നും ഉള്ളി കഴിക്കാറില്ല, ഉള്ളിയും റൂട്ട്സ് കഴിക്കാത്തവരും ഉണ്ട്. കൂടുതലും നോർത്തിലോട്ടുള്ളവരാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് റൈസ് ഒരു 200 ഗ്രാം 250 ഗ്രാമിൻ്റെ അടുത്ത് വരും, 250 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. പിന്നെ വെജിറ്റബിൾസിൻ്റെ കൂടെ ദാലും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് ഉള്ള പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ഡിന്നറിന് ഞാൻ കുറച്ചും കൂടി പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കേർഡ് ഒരു നല്ല സെർവിങ്, ഒരു മോർ ദാൻ 100 ml കേർഡും ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കേർഡിൽ നിന്ന് ഈ വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ വെജിറ്റേറിയൻസിന് ശരിക്കും ദാൽ ഓർ പൾസസ് എന്തെങ്കിലും കൂടി വേണം, അല്ലെങ്കിൽ പനീറോ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടും. സോ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പ്രാവശ്യം ഓസ്ട്രേലിയ പോയപ്പോഴും ഇത് വെച്ചായിരുന്നു, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പണ്ടൊക്കെ പോകുമ്പോൾ ബിരിയാണിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്, ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഈസി പ്രിപ്പറേഷനാണ്. ഉള്ളിത്തീയൽ എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെ വെക്കുന്നത്. ഞാൻ അതിൽ കുറച്ച് ടൊമാറ്റോയും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ന്യൂട്രിയൻസ് കിട്ടാനായിട്ടും ടേസ്റ്റ്